ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള ടെക് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ വാഹനങ്ങളിൽ ലൈറ്റ്, ഹോൺ ഇതൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് മെയിനായിട്ട് കണക്ട് ചെയ്യുന്ന സാധനമാണ് റീലേ. അപ്പോൾ ആ റീലേ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഈസിയായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ലൈറ്റ്, ഹോണൊക്കെ പിടിപ്പിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞങ്ങളുടെ പുതിയ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ റീലേ എങ്ങനെ കണക്ട് ചെയ്യാം, ഇപ്പോൾ ഈ റീലയിൽ എന്തൊക്കെ കണക്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് വാഹനങ്ങളിൽ ഹോൺ, ലൈറ്റ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു വയറിങ്ങിൻ്റെ കൂടെ കണക്ട് ചെയ്യുന്ന സാധനമാണ് റീലേ. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ 4 പിന്നിൻ്റെ റീലേ ആണ്. അപ്പോൾ പല പിന്നുകൾ വ്യത്യാസം അനുസരിച്ച് വരുന്നുണ്ട്. 5 പിന്ന്, 4 പിന്ന്, 2 പിന്ന്, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള റീലകൾ വരുന്നുണ്ട്. വാഹനങ്ങൾ നമ്മൾ ഹോണും ലൈറ്റൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് മെയിനായിട്ട് ഈ 4 പിന്നിൻ്റെ റിലേയാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് എന്തൊക്കെ കണക്ഷൻസാണ് ഈ പിന്നിലോട്ട് വരുന്നത് എന്ന് നോക്കാം. ഈ നമ്പർ അനുസരിച്ചാണ് ഇതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ 30 എന്ന് പറയുമ്പോൾ ബാറ്ററി എന്നുള്ള ഡയറക്റ്റ് പ്ലസ് കണക്ഷൻ, ആ ഒരു കണക്ഷനാണ് നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. പിന്നെ 86 എന്ന് പറയുമ്പോൾ സ്വിച്ച് എർത്ത് കണക്ഷൻ, ബോഡിയിൽ നിന്നുള്ള എർത്തോ അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് എർത്തോ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാം. പിന്നെ 85 എന്ന് പറയുമ്പോൾ സ്വിച്ച് കണക്ഷൻ. നമ്മൾ എന്താ കണക്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഹോണാണെന്നുണ്ടെങ്കിൽ ഹോണിൻ്റെ സ്വിച്ചിൽ നിന്ന് വരുന്ന കണക്ഷൻ, ഫോഗിലാകുമ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വേറെ ലൈറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എക്സ്ട്രാ സ്വിച്ച് വയ്ക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഒരു കണക്ഷൻ, ഒരു പ്ലസ് കണക്ഷനാണ് നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ 87 പിന്നെയാണ് 87. അപ്പോൾ ഇത് എന്ന് പറയുന്നത് 87 എന്ന് പറയുന്നത് റിലേ എന്നുള്ള പവർ ഔട്ടാണ്. ഇപ്പോൾ നമ്മൾ ഹോൺ അങ്ങനെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ പ്ലസ് കണക്ഷനായിട്ട് നമ്മൾ ഇതിൽ നിന്നുള്ള ഒരു വയറാണ് എടുത്ത് കൊടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ അവിടെ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കണക്ഷൻ എന്ന് ആ ഒരു സാധനം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. കണക്ട് ചെയ്യാനായിട്ട് 30 എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് പ്ലസ് ആണ് വരുന്നത്. ആ ഒരു പ്ലസ്സിലോട്ട് നമുക്കൊരു കണക്ഷൻ കൊടുക്കാം. ഡയറക്റ്റ് പ്ലസ് ബാറ്ററിയിൽ നിന്ന് എടുത്തേക്കുന്നതാണ്. 30ൻ്റെ പിന്നിലോട്ട് നമ്മൾ ഡയറക്റ്റ് പ്ലസ് കണക്ട് ചെയ്യാൻ പോകാം. കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കണക്ഷൻ 30. അപ്പോൾ 30 എന്ന് പറയുമ്പോൾ എപ്പോഴും ഡയറക്റ്റ് പ്ലസ് ആയിരിക്കും. എല്ലാ റീലയിലും ഇതേപോലെ തന്നെ ആയിരിക്കും 30 എന്ന് പറയുമ്പോൾ ഉള്ള കണക്ഷൻ വരുന്നത്. ഇനി നമുക്ക് 86 എന്ന് പറയുമ്പോൾ എർത്ത് നമുക്കൊന്ന് എർത്ത് കണക്ഷൻ കൊടുക്കാം. 86 നമ്മൾ എർത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് 87 എന്ന് പറയുമ്പോൾ റിലേ എന്നുള്ള പവർ ഔട്ട് 87. അപ്പോൾ നമുക്ക് അതിലേക്കൊരു ഇതേപോലെ തന്നെ ഒരു ലൈറ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫോണില്ലാത്തതുകൊണ്ട് ഒരു ലൈറ്റാണ് കണക്ട് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് ഈ ഒരു ഇതേപോലെ തന്നെയാണ് എല്ലാ റിലേയും കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലെയാണ് എല്ലാ റിലേ വർക്ക് ചെയ്യണത്. അപ്പോൾ എൻ്റെ ഒരു ഫോണില്ലാത്തതുകൊണ്ട് ഇതൊരു ലൈറ്റാണ് കണക്ട് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ പ്ലസ് കണക്ഷനാണിത്. ഒരു പ്ലസ് കണക്ഷൻ എടുത്തിട്ട് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. 87 പവർ ഔട്ട് എന്നുള്ള പിന്നിലോട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോവാണ്. അതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്ന് പറയുന്നത് സ്വിച്ച്, ഇതാണ് സ്വിച്ച് വയർ. അപ്പോൾ നമുക്ക് ഇനി സ്വിച്ച് പ്രസ് ചെയ്ത് നോക്കാം. നമുക്ക് സ്വിച്ച് വയറൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. റിലേ വർക്കിംഗ് ആണ്, ലൈറ്റും വർക്കിംഗ് ആണ്. ഇതേപോലെ നമുക്ക് ഈസി ആയിട്ട് വാഹനങ്ങളിൽ ഹോണോ ലൈറ്റ് ഇതൊക്കെ നമുക്ക് റിലേ വെച്ച് കണക്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്.